ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോമായാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും BJP ആയാലും ഈ ഒരു ബാലൻസ് അതാ പ്രകൃതം. എന്താ ചെയ്യാ, ഒരു ജന്മം. പച്ചയായി തല്ലിക്കൊല്ലുന്ന ഇന്ത്യയിലെ അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മുസ്ലിം മത തീവ്രവാദികൾക്കുള്ളത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. BJP നേതാവ് എത്ര തന്ത്രപൂർവ്വമാണ് വഴിതെറ്റി വിടുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ ഏതായാലും പറഞ്ഞു. ഞാൻ ഇവിടെ ആരും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞില്ല. അത് നീലക്കുറുക്കൻ അറിയാണ്ടെങ്കിൽ കൂവിയതാ, വേറെ കുഴപ്പമൊന്നുമല്ല. ആ രാജ്യത്തെ ഇടപെടലുകൾക്ക് ഏതൊരു സർക്കാരിനും പരിമിതിയുണ്ട്. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചപ്പോ ഇതായിരുന്നില്ലല്ലോ പറഞ്ഞേ. മതവർഗീയത സംബന്ധിച്ച്, വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് മതമില്ല. ഒരു മതത്തിന്റെയും മതദർശനങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. എല്ലാ മത തീവ്രവാദികളും മനുഷ്യത്വരഹിതരാണ്, ഹീനമായ പ്രവൃത്തികളുടെ വക്താക്കളാണ്. ഓ അങ്ങനെയാണല്ലേ, അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് അത്തരക്കാരോട് പറയുവാനുള്ളത്, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും വേറെ എവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോം ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും BJP ആയാലും, എങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തായാലും BJP ആയാലും ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. പാവനമായ മതദർശനങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. BJP ഒക്കെയാണ് പറയുവാനുള്ളത്. ഇത് തന്നെയാണ് പ്രശ്നം ശ്രീ ജലീൽ, ഇത് തന്നെയാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. ഈ പറയുന്നൊരു ബാലൻസിംഗ് ഉണ്ടല്ലോ, ഏത് ഈ ഒരു ബാലൻസിംഗ് ഉണ്ടല്ലോ, എത്ര കാലം ഈ ബാലൻസിംഗ് കൊണ്ട് നടക്കുന്നത്? എത്ര കാലം? ഞാൻ എന്നോട് ചിരിച്ചു പോയതാണ്. അതൊരു ഗതികേടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തീർച്ചയായിട്ടും പറയും. എന്താണ് അതിന്റെ ഉദ്ദേശം? ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ, പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ, ബoko ഹറാമിനെ പറ്റി പറയുമ്പോൾ, അൽ ഖ്വയ്ദയെ പറ്റി പറയുമ്പോൾ, ശ്രീ ജലീൽ അവിടെ ഈ തിരികെ കയറ്റുന്നുണ്ടല്ലോ BJP. മറ്റൊരു പകർപ്പാണ് RSSഉം വിശ്വ ഹിന്ദു പരിഷത്തും എന്നുള്ളത്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എന്താണ് ഇതിന്റെ ഒരു പെരിമീറ്റർ? എന്താണ് ഒന്ന് പറഞ്ഞു തരൂ. ഇതിന്റെ പെരിമീറ്റർ എന്താണ് ശ്രീ ജലീൽ? സഹോദര, ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ പച്ചയായി തല്ലിക്കൊല്ലുന്ന ഇന്ത്യയിലെ അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മുസ്ലിം മത തീവ്രവാദികൾക്കുള്ളത്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഗ്രഹാം സ്റ്റെയിൻലേനും 2 പിഞ്ചുമക്കളെയും വാഹനത്തിന്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്റംഗിന്റെയും അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മത തീവ്രവാദികൾക്കുള്ളത്. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞോ ശ്രീ ജലീൽ? തീർന്നില്ല. നിന്നെ ഞാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. BJP നേതാവ് എത്ര തന്ത്രപൂർവ്വമാണ് വഴിതെറ്റി വിടുന്നത്. ഇതിന്ന് ഞാൻ തെളിയിക്കും മോനെ. ഇന്ത്യയിലെ കേരളത്തിലിരിക്കുന്ന മുസ്ലിങ്ങളുടെ പ്രതികരണം അവിടെ ഇരിക്കട്ടെ. BJP എന്ത് പ്രതികരിച്ചു? കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് പ്രതികരിച്ചു? പ്രധാനമന്ത്രി എന്ത് പ്രതികരിച്ചു? അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ, അദ്ദേഹം യജമാനേക്കാൾ രാജഭക്തി കാട്ടിക്കൊണ്ട് പറയുന്നു, മോഡി സർക്കാർ അതിർത്തി കടന്ന് ഇടപെടാത്തതിൽ ഞാൻ കുണ്ഠിതനാണ്. പൊന്നു സഹോദര, അതൊരു അയൽ രാജ്യമാണ്, സഹോദര രാജ്യമാണ്. ആ രാജ്യത്തെ ഇടപെടലുകൾക്ക് ഏതൊരു സർക്കാരിനും പരിമിതിയുണ്ട്. അന്യ അയൽ രാജ്യത്ത് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇടപെടുന്നതിന് മോഡി സർക്കാർ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അതേ ഇടപെടൽ, അതേ പരിമിതി താങ്കൾ ഇതല്ലല്ലോ പറഞ്ഞേ. അന്ന് എവിടെ പോയി ഈ സാധനം? എങ്ങനെ? നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. നീ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചപ്പോ ഇതായിരുന്നില്ലല്ലോ പറഞ്ഞേ. അല്ല, ഈ പാലസ്തീൻ ഒരു മുസ്ലിം വിഷയമാണെന്ന് താങ്കൾ പറയുന്നെങ്കിൽ മുസ്ലിങ്ങളോ മുസ്ലിം വിഷയമായിട്ടല്ല കാണുന്നത്. പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറ്റവും ഒടുവിലെ ഐക്യരാഷ്ട്ര സഭയിൽ പോലും വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. BJP ഭരിക്കുന്ന ഇന്ത്യ. നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചാടി വീണ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ?
പലസ്തീനിലെ ക്രിസ്ത്യാനികളും പലസ്തീനിലെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ഒന്നിച്ചൊന്നായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു നിമിഷം, അതൊരു മുസ്ലിം വിശ്വാസം മറുപടി വേണം. യെസ്, കണ്ടോ തന്റെ ചീട്ട് കീറി ഊതി പറത്തി. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ ഏതായാലും പറഞ്ഞു. ഞാൻ ഇവിടെ ആരും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞില്ല. ഞാനും പറഞ്ഞിട്ടില്ല. അത് നീലക്കുറുക്കൻ അറിയാണ്ടങ്ങ് കൂവിയതാ, വേറെ കുഴപ്പമൊന്നുമല്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ഈ വർഗീയത കൊണ്ടുകിടക്കുന്ന ആരാണ്? ഞാൻ അതാ തിരിച്ചു പോയത്. ഞങ്ങൾ ആരും പറഞ്ഞില്ല മുസ്ലിം. റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മനസ്സിലാവും. റിവൈൻഡ് ചെയ്ത് കേട്ടാലും താങ്കൾക്ക് മനസ്സിലാവില്ല, കാരണം ഉള്ളിൽ നിന്ന് പുറത്തൊന്നും അറിയാതെ. കളവാണ് പറയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതുപോലെ BJP നേതാവിന് ധാക്കയിൽ നടന്ന CPM സമരത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഇത് കഴിഞ്ഞ് ഞാൻ ഇട്ടുതരാം. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. ഇവിടെ ഈ പറയുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നേ നമ്മൾ ചോദിച്ചുള്ളൂ. നിങ്ങൾ വെനിസുലയ്ക്ക് വേണ്ടി ചാടി വീഴുന്നു, നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചാടി വീഴുന്നു. അതും ഇവിടെ ഇരുന്നു കൊണ്ട് ഗാസ 10,000 കണക്കിന് അപ്പുറം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ അത് ഓക്കെ ആവുകയും ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ബംഗ്ലാദേശിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് സുഡാനെ കുറിച്ചോ നൈജീരിയയെ കുറിച്ചോ പറയുമ്പോൾ നിങ്ങൾ അപ്പോൾ ഉടനെ ഇവിടെ മോദി ഇവിടെ മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അത് ആദ്യം പറയുന്നിട്ട് മതി നീ നൈജീരിയയിലേക്ക് പോകണമെന്നല്ലേ നിങ്ങൾ പറയണേ? എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് മോദി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല, അത് അവരുടെ പരമാധികാരം. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഇസ്രായേലിലേക്ക് ഇറാൻ ബോംബിട്ടപ്പോൾ മിസൈലുകൾ അയച്ച സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? അടിപൊളി എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇവിടെ ആരും മുസ്ലിങ്ങൾ എന്നോട് പ്രതികരിച്ചില്ല, ചോദിച്ചില്ല എന്നിരിക്കെ നിങ്ങൾ അതിനെ കണ്ടത് അങ്ങനെയാണ്. ഇതെന്തിന്റെ കുഴപ്പമാണ്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാധനത്തിന്റെ കളർ പച്ചയായതിന്റെ കുഴപ്പമാണ്. ഇതേ നമ്മൾ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സാധനത്തിന്റെ കുഴപ്പം ഇതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഓക്കെ, ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കള്ളത്തരാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും തീവ്രവാദികളാകും. അതാണ് നിങ്ങൾ ഇട്ട പച്ച ജെട്ടിയാണ്. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് നിങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് തീവ്രവാദമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താ? ഇതൊന്നും ഇസ്ലാം അല്ല എന്നാ പറഞ്ഞത്. ചുമ്മാതല്ല ഇയാൾ ഇങ്ങനെ ആയിപ്പോയത്. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന അവരുടെ ലക്ഷ്യം ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ, ദീൻ ദൈവിക വ്യവസ്ഥ നിലനിർത്തുക ആകുന്നു. അതിനുള്ള സാക്ഷാൽ പ്രേരക ശക്തിയാകട്ടെ അള്ളാഹുവിന്റെ പ്രീതിയും പരലോക വിജയവും സിദ്ധിക്കുക എന്നതും അത്രേ. അപ്പൊ എന്താണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം? ഇഖാമത്തുദ്ദീൻ ആണെന്ന് പറയുമ്പോൾ അതെന്താണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്? ബാക്കിയുള്ള ആളുകൾക്ക് അപ്പൊ വേറെ അവരുടെ മതവിശ്വാസമൊക്കെ ആയിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്താണെന്നുള്ളത് ഇന്ന് കാണുന്ന സ്ഥലമാണ് ഈ പറയുന്ന ബംഗ്ലാദേശ്. എന്താ എന്റെ ഉദ്ദേശം? അവിടെ കാഫിറുകൾക്ക് എന്താണ് എപ്പോഴൊന്നല്ല. ഞാനും എനിക്കധികം നിങ്ങളെ മാതിരി ഇത്ര വയസ്സൊന്നും എനിക്കായിട്ടില്ല. എനിക്ക് 40-40 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ചെയ്ത കള്ളത്തരം ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്ത കള്ളത്തരം എന്താണ്? ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ കള്ളത്തരം, ഈ പോക്കരിത്തരം എന്ന് പറയുന്നത് അതാണ്. ഇതൊന്നും ശരിയല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ കൃത്യമായിട്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം പറയുമ്പോൾ അവിടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ എന്താ എടുത്തു വെച്ച് വായിക്കാത്തത്? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിതൃത്വം താങ്കൾ എന്തിനാണ് ഞങ്ങളുടെ തലയിൽ വെക്കുന്നത്? അവരവിടെ മതം പറയുമ്പോൾ അത് മതമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് മതമല്ല, എന്റെ ഇസ്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ അതിൽ നിന്ന് രക്ഷിക്കുന്ന പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. അതെന്തിനാ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. അവിടെ ഉപയോഗിക്കുന്നത് മതമാണെങ്കിൽ അത് മതമാണെന്ന് പറയാൻ കഴിയണം. ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് പീപ്പിൾ ടിൽ ദേ ടെസ്റ്റിഫൈ ദാറ്റ് ദർ ഈസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരേക്കും അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ശത്രുവിനോടുള്ള യുദ്ധം എന്നല്ല ഈ പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു, അവിടെയുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെ പിടിക്കുന്നു, കലിമ ചൊല്ലിക്കുന്നു, പഹൽഗാമിൽ കണ്ട എന്താണ് അത് ചെയ്യുന്നു. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ സാധനത്തെ പറയുമ്പോ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകുന്ന പരിപാടി ഹിന്ദുക്കളെയും അവിടെയുള്ള ജൂതന്മാരെയൊക്കെ കൊന്നു തള്ളി കഴിഞ്ഞിട്ട് പിന്നീടുള്ള സാധനമാണ് ഇപ്പൊ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി ജൂതന്മാരൊക്കെ എവിടെ പോയി? അവിടെ ഉണ്ടായിരുന്ന മറ്റു മതത്തിലുള്ള ആളുകൾ എവിടെ പോയി? അത് നിങ്ങൾ എന്താ പറയാത്തത്? ഈ ഞാൻ നല്ല കഞ്ഞിയല്ല കുടിക്കുന്നത്, ഞാൻ ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
ഈ പറയുന്ന സൗദി അറേബ്യയിലും ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റു മതത്തിൽപ്പെട്ട എന്താ ചെയ്തത്? പഹൽഗാമിൽ നമ്മളത് കണ്ടതല്ലേ ശ്രീ ജലീൽ? പഹൽഗാമിൽ നമ്മളത് കണ്ടതല്ലേ? മതം ചോദിച്ചാണ് കൊലപ്പെടുത്തിയത്. ആൾക്കാരാ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്തല്ലേ ഉള്ളൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് മതഭീകരതയാണ്. നമ്മൾ ഇവിടെ ഭയക്കുന്ന, ഇവിടെ വന്നാൽ സംഭവിക്കും എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കാട്ടിക്കൂട്ടും എന്ന് പറയപ്പെടുന്ന അതേ സംഗതി. അത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് നമ്മളിവിടെ പറയുന്നു, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നു, KMCC പോലുള്ള സംഘടനകളെ കുറിച്ച് പറയുന്നു, പോപ്പുലർ ഫ്രണ്ട് എഴുതി വെച്ചതിനെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം ഒരേ സാധനമാണ് എന്നിരിക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ വ്യക്തമായ മാനിഫെസ്റ്റേഷനാണ് ഇത്തരം സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കണോ? അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. കാരണം ഇത് വെറുതെ ഒരു ഗാസയിലെ വിഷയം പോലെയോ അല്ലെങ്കിൽ ഒരു യമൻ വിഷയം പോലെയോ അല്ലെങ്കിൽ സുഡാനിലെ വിഷയം പോലെ നമുക്ക് അങ്ങനെ അപലപിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സാധനമല്ല. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഇവിടെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഇത് നമ്മളുടെ കഴുത്തിനൊപ്പം വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ തുടരാനാണ് പരിപാടിയെങ്കിൽ നിന്റെ കാര്യം പോക്കാ. ഇതല്ലാതെ ഏതോ നാട്ടിൽ നടക്കുന്ന വിഷയം നമ്മൾ ഒരിക്കലും ബാധിക്കില്ല എന്ന രീതിയിൽ ഇതിനെ ചർച്ച ചെയ്ത് പോകുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ പറയണം. അതിൽ ആശയം, അതുപോലെ ഇതിനകത്തുള്ള രാഷ്ട്രീയം, അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള മറ്റുള്ള ആളുകളുടെ ബാന്ധവം, ഇതെല്ലാം നമ്മളിവിടെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ ബംഗ്ലാദേശിലെ വിഷയം. ഗതികെട്ടവൻ തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്താ കാര്യം?